വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റുള്ള ബെൽ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കൊയിലോൺ ഫ്രൈഡ് ചിക്കനാണ്. ഇത് ഷെഫ് ഇല്ലേണ്ട ഒരു ഫേമസ് ഡിഷാണ്. ഒരു ചിക്കൻ ഫ്രൈ ആണ്, ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. അത് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചിക്കൻ ഫ്രൈ ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യല്ല, ഇതൊരു 75% ബ്രേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവ ഞാൻ പറഞ്ഞുതരാം. അതിലേക്കൊരു 2 പച്ചമുളക്, ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഒരു 3-4 സ്പൂൺ വെള്ളം മതി. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം. കൂടുതൽ വേവിക്കരുത്, ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. വെള്ളം കൂടുതൽ ഒഴിക്കരുത്, കാരണം ചിക്കനിലുള്ള വെള്ളം ഇതിലിറങ്ങും. അപ്പോൾ ശ്രദ്ധിക്കണം. 70% മനസ്സിലാവാത്തവർ 10 മിനിറ്റ് വേവിച്ചാൽ മതി. എന്നിട്ട് 10 മിനിറ്റ് ആയ ശേഷം ചിക്കൻ ഇങ്ങനെ കോരിയെടുക്കണം, വെള്ളം ഇല്ലാതെ കോരിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളം ചിക്കനും കൂടി 10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ കോൺഫ്ലോർ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇതൊരു വിസ്കെടുത്തത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോൺഫ്ലോറും ആ വെള്ളമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് സ്പൂണിൽ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. കോൺഫിഡൻറ്റ് ഇല്ലാത്തവർ വിസ്കെടുത്ത് ചെയ്താൽ മതി. ഇതൊരു ദോശ മാവിൻ്റെ പരിവാണ് ആവേണ്ടത്, തിക്കാവരുത്, നല്ല ലൂസ് വേണം ഇത്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഞങ്ങൾ മാവ് മുക്കി പൊരിക്കാം. മാരിനേറ്റ് ഒന്നും ചെയ്യണമെന്നില്ല മാവിലേക്ക്, ഡയറക്റ്റ് മാവിലേക്ക് മുക്കി എണ്ണയിൽ ഇട്ടാൽ മതി. ഒരു 5 മുതൽ 8 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട്. ഇത് ചിക്കൻ വെന്തതായത് കൊണ്ട് കുറേ സമയമൊന്നും എടുക്കണമെന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഒരു ഫ്ലേവർ ആയിട്ടുള്ള സാധനമാണ് ഇതിൽ നിന്ന് ചേർക്കാൻ പോകുന്നത്, വെളുത്തുള്ളി. അത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് സ്കിന്നോട് കൂടി വേണം അത് കുത്തിയിടാൻ. ഒരു 7-8 എണ്ണം ഇട്ടാൽ മതി. അത് നല്ലൊരു ഫ്ലേവറാണ്. വെളുത്തുള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫ്ലേവറാണ്. ഇനി വെളുത്തുള്ളി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക. ഈ സമയമാകുമ്പോൾ വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറാണ്. നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇപ്പം ഞങ്ങൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ കോരിയെടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് ബാക്കിയുള്ള മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെറും മാവ് ഇങ്ങനെ ലൂസായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഫ്രൈ ആയ ശേഷം അതും ഞങ്ങൾ ചിക്കനിലേക്ക് കോരിയിടാം. ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പി അങ്ങനെയാണ്, പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.